മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ അശോക് ദാസിനെ മർദ്ദിച്ചു കൊന്നതാണെന്ന് മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ.ജെ. തോമസ്. വനിതാ സുഹൃത്തിനെ കാണാൻ വന്ന അശോക് ദാസ് ക്രൂരമായ മർദ്ദനമേറ്റാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. മർദ്ദനത്തിൽ തലക്കും ശ്വാസകോശത്തിനും പരിക്കേറ്റതിന് പിന്നാലെ അമിത രക്തസ്രാവമുണ്ടായതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈലിൽ പകർത്തി. ഇവ പ്രതികൾ ഡിലീറ്റ് ചെയ്തെങ്കിലും സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പോലീസ് വീണ്ടെടുത്തു. അശോക് ദാസും പെൺകുട്ടികളും തമ്മിൽ തർക്കമുണ്ടായി. അശോക് ദാസ് വീട്ടിനുള്ളിൽ വെച്ച് സ്വയം കൈകൾക്ക് മുറിവേൽപ്പിച്ചു. തുടർന്ന് പുറത്തിറങ്ങിയപ്പോൾ നാട്ടുകാർ ചോദ്യം ചെയ്ത് മർദ്ദിച്ചു. തുടർന്ന് കെട്ടിയിട്ട ശേഷവും മർദ്ദിച്ചുവെന്ന് പോലീസും. പെൺകുട്ടികളുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയ പോലീസ് പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. പ്രതികൾ കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. മൊബൈലിലെ പല ദൃശ്യങ്ങളും പ്രതികൾ ഡിലീറ്റ് ചെയ്തിരുന്നു. അത് വീണ്ടെടുക്കാൻ പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ 10 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയേക്കും. പെൺസുഹൃത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 10 പേരെ കസ്റ്റഡിയിലെടുത്തത്. മരിച്ച അരുണാചൽ സ്വദേശി അശോക് ദാസിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെ വാളകം കവലയിലാണ് അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത്. ഹോട്ടലിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ രാത്രി എത്തിയതിനാണ് ആൾക്കൂട്ടം കെട്ടിയിട്ട് മർദ്ദിച്ചത്. അവശനിലയിലായ അശോക് ദാസിനെ പോലീസ് എത്തിയാണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്നാണ് വിദഗ്ധ ചികിത്സക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനിടയിൽ 2 മണിയോടെ അശോക് ദാസ് മരിച്ചത്. പിടികൂടുമ്പോൾ അശോകിൻ്റെ കൈകളിൽ മുറിവുണ്ടായി, ചോര ഒഴുകുന്നുണ്ടായിരുന്നു. ഈ മുറിവുകൾ എങ്ങനെ ഉണ്ടായി എന്നതടക്കം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അശോകിനൊപ്പം ജോലി ചെയ്തിരുന്ന പെൺസുഹൃത്തിനെ കാണാനെത്തിയപ്പോഴായിരുന്നു ആക്രമണം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളിൽ ഒരാളും കൊല്ലപ്പെട്ട അശോക് ദാസും സുഹൃത്തുക്കളാണ്. വാടക വീട്ടിലെത്തിയ ഇയാൾ മദ്യപിച്ചതായും കൈകളിൽ ചോരയുമായി റോഡിലെത്തിയപ്പോഴാണ് ചോദ്യം ചെയ്തതെന്നും പറയുന്നു. ആരും കെട്ടിയിട്ട് മർദ്ദിച്ചിട്ടില്ലെന്നും നിരപരാധികളെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതെന്നും ദൃക്സാക്ഷികളായ സ്ത്രീ പറയുന്നു. വാളകം കവലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.